Fine. So we are going to discuss the relation between probability and entropy. Okay, so that is our topic here. നമ്മൾ കണ്ടിരുന്നു probability PR. Probability PR എന്ന് പറയുന്നത് എന്തായിരുന്നു? It was the probability that a system belonging to canonical ensemble is in a state with energy ER at any temperature T. അല്ലേ? ഏതെങ്കിലും ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ പരിഗണിക്കുന്ന സിസ്റ്റം കനോണിക്കൽ എൻസംബിളിലെ ഒരു മെമ്പർ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇ ആർ എന്ന് പറയുന്ന ഒരു എനർജി സ്റ്റേറ്റിൽ ആയിരിക്കാനുള്ള സാധ്യത, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്? പി ആർ എന്ന് വിളിച്ചത്. സോ വി കോൾ ഇറ്റ് ആസ് പി ആർ. സോ ദ പി ആർ ഇക്വേഷൻ വാസ് പി ആർ ഈസ് ഈക്വൽ ടു, നമുക്ക് വളരെ ക്ലിയർ ആണ്, ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡഡ് ബൈ നമ്മൾ കണ്ട ക്വാണ്ടിറ്റി അതാണ് ക്യൂ, ദ പാർട്ടീഷൻ ഫംഗ്ഷൻ. ക്യൂ ഈസ് ദ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. ക്യൂ എന്നോ സെഡ് എന്നോ നമുക്ക് ഉപയോഗിക്കാമെന്ന് നിങ്ങൾ കണ്ടിരുന്നു. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്കറിയാം, ഈ ഇക്വേഷനിൽ ടെമ്പറേച്ചറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്താ കാരണം? ബിക്കോസ് യു നോ ദാറ്റ് ദ ബീറ്റ ഈസ് ഈക്വൽ ടു 1/kT. ബീറ്റ എന്ന് പറയുന്നത് 1/kT ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ബീറ്റയെ നമ്മൾ ഇൻവേഴ്സ് ടെമ്പറേച്ചർ നമ്മൾ ചെയ്യുന്നത്, കെ എന്ന് പറയുന്നത് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ശരിക്കും ഇവിടെ വേരിയബിൾ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മൾ ഈ പി ആർ ഇക്വേഷൻ എഴുതുമ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സിസ്റ്റം ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ ഇക്ലിബ്രിയത്തിലായിരിക്കുന്ന അവസ്ഥയിൽ, അല്ലെ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ടി എന്ന് പറയുന്ന ഒരു ഇക്ലിബ്രിയം ടെമ്പറേച്ചറിലായിരിക്കുന്ന അവസ്ഥയിൽ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അനവധി എനർജി സ്റ്റേറ്റുകളിൽ ഓരോ എനർജി സ്റ്റേറ്റുകളും എങ്ങനെ പോപ്പുലേറ്റഡ് ആയിരിക്കുമെന്ന് കാണിക്കുന്ന പ്രോബബിലിറ്റിയാണ് പി ആർ ഇക്വേഷൻ. നിങ്ങൾക്കറിയാം, P1 നമ്മൾ പ്രോബ്ലംസ് കുറേ എണ്ണം ചെയ്തിരുന്നു. P1 എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ദാറ്റ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വിത്ത് എനർജി E1 ഈസ് പോപ്പുലേറ്റഡ്. P2 represents the probability that the second state or second level we can call no problem with energy E2 is what populated and so on. അപ്പോൾ അതിൽ P1, P2, P3 എക്സെട്ര നമ്മൾ കണ്ടിരുന്നു. എന്താ ഒരു പ്രത്യേകത? ഒരു പ്രത്യേകത ഉള്ളത്, ഏതെങ്കിലും ഈ എല്ലാ സ്റ്റേറ്റുകളുടെയും കൂടെ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ദാറ്റ് ഇസ് വാട്ട് വി ആർ റിട്ടൺ P1 plus P2 plus etc up to Pn is equal to 1 or sum over R PR is always equal to 1. ഈ ഒരു പ്രോപ്പർട്ടി, കാരണം ഇവിടെ പി ആർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. നിങ്ങൾ എപ്പോഴും ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. നമ്മളിവിടെ സ്റ്റാറ്റ്മെക്കിൽ പ്രോബബിലിറ്റി എന്ന് ഉപയോഗിക്കുമ്പോൾ ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റൊന്ന് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ആണ്. ഈ രണ്ട് ക്വാണ്ടിറ്റിയും തമ്മിലൊരു വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ എല്ലാവിധ നിയമങ്ങളും നേരിട്ട് അനുസരിക്കുന്നവയാണ്. അതായത് അതാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ പ്രോബബിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു 1. നമ്മൾ സാധാരണ ടോസിങ് ഓഫ് കോയിനിലോ അല്ലെങ്കിൽ ത്രോയിങ് ഓഫ് ഡൈസിലോ ഒക്കെ കാണുന്ന പോലെ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കണം. പ്രോബബിലിറ്റി ഓഫ് ഹെഡ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ടെയിൽ ഫോർ എനി ടോസിങ് എക്സ്പെരിമെന്റ് ഷുഡ് ബി ഈക്വൽ ടു 1. അല്ലേ? ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സം ഓവർ ആർ പി ആർ ഈക്വൽ ടു 1 എന്നിവിടെ എഴുതാനുള്ള കാരണം പി ആർ എന്നിവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന സാധനം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. എന്നാൽ നമ്മൾ അതോടൊപ്പം തന്നെ മൈക്രോ കനോണിക്കൽ എൻസംബിൾ കണ്ടപ്പോൾ നമ്മൾ ഒമേഗ എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിരുന്നു. നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ്. ഈ ടേമുകളെ പറ്റിയുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. ഒമേഗയെ നമ്മൾ വിളിച്ച മറ്റൊരു പേര്, ഇത് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ആണ്. അതൊരു വലിയ നമ്പറാണ് നമ്മൾ കണ്ടു ഫോർ എനി റിയൽ സിസ്റ്റം. ഒമേഗയ്ക്ക് നമ്മളൊരു പേര് വിളിച്ചിരുന്നു. ഒമേഗയുടെ പേര് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്നാണ്. തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ടിലും ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്നാണ്. പ്രോബബിലിറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒന്ന് തെർമോഡൈനാമിക്കൽ ക്വാണ്ടിറ്റി ആണ്, മറ്റൊന്ന് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. ഈ തെർമോഡൈനാമിക്കൽ പ്രോബബിലിറ്റിക്ക് ഒരിക്കലും സം ഓവർ സംതിങ് ഒമേഗ ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി റോങ്. കാരണം ഒമേഗ എന്ന് പറയുന്നത് എപ്പോഴും വലിയ നമ്പർ ആയിരിക്കും. ഒമേഗ വലിയൊരു നമ്പർ ആയതുകൊണ്ടായിരുന്നു നമ്മൾ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കെ ലോഗ് ഓഫ് ഒമേഗ എടുത്തത് എന്നുള്ള കാര്യം കൂടെ കൂട്ടി വായിക്കുന്നത് നന്നായിരിക്കും. കാരണം നമുക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു, എപ്പോഴാണ് നമ്മൾ ലോഗരിതം ഉപയോഗിക്കുക? ഒരു വലിയ നമ്പറിനെ കംപ്രസ് ചെയ്ത് വളരെ ചെറിയ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ഒരു നമ്പറാക്കി മാറ്റുന്ന സമയത്തിൽ മാത്രമാണ് നമ്മൾ സാധാരണഗതിയിൽ ലോഗരിതം ഉപയോഗിക്കുക സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ്, ലോഗ് ഒമേഗ എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒമേഗ ഈസ് എ പ്രെറ്റി ലാർജ് നമ്പർ. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ, ഒന്ന് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ആണ്, മറ്റൊന്ന് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് പറയുമ്പോൾ ഇതാണ്, നമ്മൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് എ റിലേഷൻ ബിറ്റ്വീൻ പ്രോബബിലിറ്റി ആൻഡ് എൻട്രോപ്പി.
പലപ്പോഴും കുട്ടികൾക്കൊരു അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു തെറ്റിദ്ധാരണ വരുന്നതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രോബബിലിറ്റി ആൻഡ് എൻട്രോപ്പി എന്ന് ചോദിക്കുമ്പോൾ ഐ ഹാവ് സീൻ ഇൻ മെനി കേസസ് ദ സ്റ്റുഡൻസ് ആർ ഡിറൈവിംഗ് ദിസ് ഇക്വേഷൻ S equal to K log omega. ഓക്കെ, S equal to K log omega. ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദ റിലേഷൻ ബിറ്റ്വീൻ പ്രോബബിലിറ്റി ആൻഡ് എൻട്രോപ്പി ഇത് ശരിയാണെന്ന് തോന്നും. എസ് എന്ന് പറയുന്നത് എൻട്രോപ്പിയാണ്, ഒമേഗയുടെ പേര് നിങ്ങൾ ഓർക്കുമ്പോൾ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ആണെന്ന് കാണും. ഓക്കെ, പക്ഷെ ഇതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രോബബിലിറ്റി എന്ന് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ആയിരിക്കില്ല. ഒമേഗയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്നോ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് എന്നോ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അല്ലാത്ത അവസ്ഥയിൽ എൻസബിൾ ഫോർമാലിസത്തിൽ നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഓർത്തുകൊള്ളുക, അതെപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതാണ്, PR ആണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സോ വി ആർ ഗോയിങ് ടു ഒബ്റ്റെയിൻ എ റിലേഷൻ ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി PR റെപ്രസെൻറ്റഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദ എൻട്രോപ്പി S. ഓക്കെ, വളരെ എളുപ്പമുള്ളൊരു ഡെറിവേഷൻ ആണ്, നിങ്ങൾ ജസ്റ്റ് നോക്കാം. സോ വി ആർ സ്റ്റാർട്ടിങ് വിത്ത് PR ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാം. ഞാനൊരു കാര്യം ചെയ്യുകയാണ്, ഐ എം ടേക്കിംഗ് ലോഗ് ഓഫ് ദിസ് PR. I'm taking log of this PR. So what will be this? Log PR is equal to, I'm always taking natural logarithms because എന്തുകൊണ്ടാണ് നാച്ചുറൽ ലോഗരിതം എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. മോട്ടിവേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് why don't we take common logarithm here? കാരണം ഇവിടെ എല്ലാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻസ് ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നാച്ചുറൽ ലോഗരിതം എടുത്ത് നമ്മൾ മുൻപോട്ടേക്ക് പോകുന്നത്. ഇഫ് ഇറ്റ് വാസ് സം പവർ ടു ദ പവർ 10 ഒക്കെ ആയിരുന്നെങ്കിൽ കോമൺ ലോഗരിതം എടുത്തേനെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നാച്ചുറൽ ലോഗരിതം എടുത്ത് മുൻപോട്ടേക്ക് പോകും. ദാറ്റ്സ് എ സിമ്പിൾ ഡയറക്ട് ഐഡിയ. അപ്പോൾ നാച്ചുറൽ ലോഗരിതം എടുക്കുമ്പോൾ എന്താ, e raised to minus beta e log a minus log b ഫോമിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താ വരിക, log of e raised to minus beta er is what? Simply minus beta er. ആ എക്സ്പോണൻഷ്യൽ അങ്ങോട്ടേക്ക് റിമൂവ്ഡ് ആവും. മൈനസ് ലോഗ് ബി എന്നുള്ളത് ലോഗ് ഓഫ് ക്യൂ. ക്യൂ ഇസ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ. ക്യൂ ഒരു നമ്പർ ആണ് നമുക്കറിയാം. ഓക്കെ, വാട്ട് ഐ എം ഡൂയിങ്, ഐ എം ജസ്റ്റ് മൾട്ടിപ്ലൈങ് ത്രൂ ഔട്ട് ബൈ PR. ഇതിനെ ഞാൻ മുഴുവൻ PR കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്താ വരിക, therefore PR log PR, I'm multiplying, pre-multiplying with PR throughout, so that will be equal to minus beta. Beta എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ബീറ്റ ഞാൻ പുറത്തേക്ക് വെക്കുവാണ്. PR into ER മൈനസ് PR log Q. PR മൈനസ് PR log Q. ഓക്കെ, ഇങ്ങനെ കിട്ടി. നമ്മൾ ഇനി എന്ന് വെച്ചാൽ ടേക്കിംഗ് സം ഓവർ, ടേക്കിംഗ് സമ്മേഷൻ. നമുക്കറിയാം, നമുക്ക് എപ്പോഴും സമ്മേഷൻ ടേക്കിംഗ് സം ഓവർ ഓൾ സ്റ്റേറ്റ്സ്, സമ്മേഷൻ ഓവർ ഓൾ ആക്സസിബിൾ സ്റ്റേറ്റ്സ് ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ രണ്ട് സൈഡിൽ ഞാൻ സം ഓവർ R കൊടുക്കുകയാണ്. സോ വാട്ട് ബി ദ തിങ്, സം ഓവർ R PR log PR, you have to think of this one, is equal to minus ബീറ്റ കോൺസ്റ്റന്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ സമ്മേഷൻ ബാധകം അല്ലാത്തതുകൊണ്ട് ഞാൻ ബീറ്റയെ പുറത്തേക്ക് എടുത്തു. സം ഓവർ R PR ER മൈനസ് സം ഓവർ R PR log Q എന്നായിട്ട് മാറും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ ഐ എം കോളിംഗ് മേ ബി സം ഇക്വേഷൻ ഫോർ ദിസ് വൺ. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ക്വാണ്ടിറ്റി ഉണ്ടോ? ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ റീകോൾ ദിസ് വൺ. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ മുൻപ് ഫിസിക്കൽ റെലവൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന ടോപ്പിക്കിൽ, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് ഓഫ് ദ കനോണിക്കൽ എൻസംബിൾ എങ്ങനെ ഡിറൈവ് ചെയ്യും എന്നുള്ളതിനകത്ത് നമ്മൾ ഈ ക്വാണ്ടിറ്റി കണ്ടിരുന്നു. സം ഓവർ ആർ PR ER. വാട്ട് ഈസ് സം ഓവർ ആർ PR ER? സം ഓവർ ആർ PR ER എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ആവറേജ് എനർജി U ആണ് എന്ന് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊന്ന് ഓർക്കുക, നമ്മൾ യുവിന് രണ്ട് ഇക്വേഷൻ കണ്ടുപിടിച്ചത്. U is equal to മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് സമ്മറി ഒക്കെ ചെയ്തിട്ടുണ്ട്. സമ്മറി ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് റെഫർ ബാക്ക് ചെയ്യുക. മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് Q എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തതിന് തൊട്ട് മുൻപ് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണിത്. സം ഓവർ ആർ PR ER is equal to U. U is the average energy or internal energy of the system in canonical ensemble. അപ്പോൾ നമുക്ക് ഇവിടെ U എന്നുള്ള ടേം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഇതിനെ മാറ്റി എഴുതുവാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു അഗെയിൻ ദിസ് വൺ ഈസ് ഈക്വൽ ടു ഐ ക്യാൻ യൂസ് യെസ്, ദിസ് ഈസ് ഫർദർ ഈക്വൽ ടു മൈനസ് ബീറ്റ ഇൻറ്റു U എന്നായി മാറും. U ഈസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം മൈനസ് നോക്കണേ സം ഓവർ ആർ PR. വാട്ട് ഈസ് ദ സം ഓവർ ആർ PR? Sum over R PR. We have seen that sum over R PR is equal to 1 from here.
ഓക്കെ, ദ പ്രോപ്പർട്ടി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി. അപ്പോൾ ഇതിനെ നമുക്ക് 1 ആയി, ദിസ് ഈസ് ഈക്വൽ ടു 1, ഇത് 1 ആയി മാറി. ബാക്കി എന്തേ ഉള്ളൂ, ലോഗ് ക്യൂ ഉള്ളൂ. സോ ഐ വിൽ റീറ്റെയിൻ ലോഗ് ക്യൂ ഹിയർ. നമുക്ക് കണ്ടല്ലോ ഇത് വളരെ എളുപ്പത്തിൽ അങ്ങനെ സിംപ്ലിഫൈഡ് ആയി. സോ മൈനസ് ലോഗ് ക്യൂ. അപ്പോൾ 2 റിസൾട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തു. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ മാറ്റുവാണ്. സി, ബീറ്റ എന്ന് പറഞ്ഞാൽ 1/kt ആണ്. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് മൈനസ് u/kt മൈനസ് u/kt മൈനസ് ലോഗ് ക്യൂ മൈനസ് kt മൈനസ് ലോഗ് ക്യൂ എന്നായിട്ട് മാറി. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനൊന്ന് LCM ഒക്കെ എടുത്തൊന്ന് റീഅറേഞ്ച് ചെയ്യാം. മൈനസ് u മൈനസ് kt ലോഗ് ക്യൂ ഡിവൈഡഡ് ബൈ kt എന്നായിട്ട് മാറും ഇത്, അല്ലേ? ഇനി എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ജസ്റ്റ് ഇസ് ഓൾ കണക്റ്റഡ് ഇക്വേഷൻസ്. ഓക്കെ, മൈനസ് kt ലോഗ് ക്യൂ, നിങ്ങൾ ഓർമ്മയുണ്ട് ഇത് എവിടെയെങ്കിലും? മൈനസ് kt ലോഗ് ക്യൂ എവിടെയാണ് കണ്ടത്? മൈനസ് kt ലോഗ് ക്യൂ എന്ന് പറയുന്നത് ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, ഞാൻ സമ്മറിയിൽ തന്നിട്ടുണ്ട്, സമ്മറി വീഡിയോ നോക്കണം. മൈനസ് kt ലോഗ് ക്യൂ എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ ഹെലംഹോൾട്ട്സ് ഫ്രീ എനർജി ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇത് S ഈക്വൽ ടു k ലോഗ് ഒമേഗയ്ക്ക് വളരെ സമാനമായ ഇക്വേഷൻ ആണെന്ന് നമ്മൾ മുൻപൊരു സെഷനിൽ പറഞ്ഞിരുന്നു. അപ്പോൾ A ഈക്വൽ ടു മൈനസ് kt ലോഗ് ക്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മൈനസ് kt ലോഗ് ക്യൂ എന്ന് നമ്മൾ കണ്ടെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെലംഹോൾട്ട്സ് ഫ്രീ എനർജിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ ദിസ് ബിക്കംസ് മൈനസ് u പ്ലസ് a, അല്ലേ? മൈനസ് kt മൈനസ് അടക്കം എയുടെ ഡെഫിനിഷൻ ഉള്ളത് ഡിവൈഡഡ് ബൈ എന്ത് വന്നു? kt എന്നായിട്ട് മാറുന്നുണ്ട്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ k എന്നുള്ളതിനെ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബിക്കം k ഇൻറ്റു സം ഓവർ r, സോറി, ഓക്കെ, യെസ്, k ഇൻറ്റു സം ഓവർ r pr ലോഗ് pr. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ആണെന്ന് ഓർക്കണം. ലെഫ്റ്റ് സൈഡിൽ LHSൽ ഇതാണ്. ഞാൻ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ നിന്ന് k ഡിനോമിനേറ്ററിൽ നിന്ന് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ വരിക? മൈനസ് u പ്ലസ് a ബൈ ടി എന്നായിട്ട് മാറിയിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു മൈനസ് സൈനും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെ? മൈനസ് സൈൻ കൂടെ ഇങ്ങോട്ടേക്ക് എടുത്തു. സോ ഓർ ഐ കൻ റൈറ്റ് മൈനസ് ഇവിടേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കൽ എന്ത് ചെയ്യും? മൈനസ് ഓഫ് ഇത് പ്ലസ് ആയിട്ടുണ്ടാവും. റൈറ്റ്. ഓക്കെ, മൈനസ് യു പ്ലസ് എ എന്ന് അവിടെ ഉണ്ടാവുക. മൈനസ് യു പ്ലസ് എ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു മൈനസ് സൈൻ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നേരെ തിരിഞ്ഞു വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഓക്കെ യു മൈനസ് എ ബൈ ടി എന്നായിട്ട് മാറും. യു മൈനസ് എ ബൈ ടി എന്നായിട്ട് മാറും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നമ്മൾ ഹെലംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ ഡെഫിനിഷൻ എ എന്ന് പറയുന്നത് ലെജൻഡർ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എ ഈസ് ഈക്വൽ ടു യു മൈനസ് ടി എസ് നമ്മൾ കണ്ടിരുന്നത്, അല്ലേ? എ ഈക്വൽ ടു യു മൈനസ് ടി എസ് ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ ടി എസ് വിൽ ബി ഈക്വൽ ടു യു മൈനസ് എ ആയിരിക്കുമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ഈ രണ്ട് ടേമുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി. ഓർ വാട്ട് വിൽ ബി എസ് ഈക്വൽ ടു, എസ് എന്ന് പറഞ്ഞാൽ എൻട്രോപ്പിയാണ്. സോ എൻട്രോപ്പി എന്ന് പറയുന്നത് എന്തായിരിക്കും? യു മൈനസ് എ ബൈ ടി ആയിരിക്കും. ഓക്കെ, നമ്മൾ എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നത് അറിയാം. കാരണം നമ്മുടെ ഉദ്ദേശം എന്താണ്? പ്രോബബിലിറ്റിയും എൻട്രോപ്പിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് എൻട്രോപ്പി എങ്ങനെയെങ്കിലും നമ്മുടെ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരണം. സോ ദാറ്റ് ഈസ് ഈ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ശരിക്കും എൻട്രോപ്പിയാണ് നമ്മൾ കണ്ടു. സോ ഫൈനലി വി ഹാവ് സക്സീഡഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. Therefore I can write, ഞാൻ തിരിച്ചെഴുതുവാണ്, LHS RHS ഒന്ന് ഇൻവേർട്ട് ചെയ്യാണ്. എസ് ഈക്വൽ ടു എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം, എസ് ഈസ് ഈക്വൽ ടു മൈനസ്, ആ മൈനസ് സൈൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മൈനസ് കെ എന്ന് പറഞ്ഞാൽ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. സം ഓവർ ആർ, ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്യുന്നുള്ളൂ. സം ഓവർ ഓൾ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ്, സം ഓവർ ആർ പി ആർ പ്രോബബിലിറ്റി ഇൻ ടു പി ആർ ലോഗ്, പി ആർ ടൈംസ് ലോഗ് ഓഫ് പി ആർ, സെയിം ക്വാണ്ടിറ്റി റിപ്പീറ്റഡ്. So this is the required relation that we are searching for. നമ്മൾ ഓക്കെ അന്വേഷിക്കുന്ന required relation ആണ്. So this equation gives the relation between probability PR and the entropy S of a system at a temperature T in canonical ensemble. Canonical ensemble ഫോർമാലിസത്തിൽ എൻട്രോപ്പിയും സിസ്റ്റത്തിന്റെ എൻട്രോപ്പിയും സിസ്റ്റത്തിന്റെ എന്താണ് ലെവലുകളുടെ പ്രോബബിലിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. സോ അവർ കൺക്ലൂഷൻ ഈസ് ഹിയർ. ഞാൻ കൺക്ലൂഷൻ ഓൾറെഡി ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. Therefore the entropy of a physical system, ഈ കൺക്ലൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കണം, ഇക്വേഷൻ നമുക്ക് മനസ്സിലാവുന്ന ഇതാണ്. Entropy of a physical system is completely determined by the probability PR of the system to be in different states accessible to it. ഓക്കെ, അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്താണ് സിസ്റ്റത്തിന്റെ പ്രോബബിലിറ്റി, സിസ്റ്റത്തിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് സിസ്റ്റത്തിലുള്ള നിരവധി എനർജി ലെവലുകൾ
എങ്ങനെയൊക്കെ ഒക്യുപ്പൈഡ് ആവാമെന്നുള്ളതിൻ്റെ സാധ്യതകളുമായിട്ട് എന്താണ് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അത് ആലോചിച്ചൊന്നും ശരിയായിരിക്കും. കാരണം എന്താ, സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് വ്യത്യസ്ത എനർജി ലെവലുകളിലാവുക എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ എനർജി ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എൻട്രോപ്പിയിൽ കാര്യമായ മാറ്റം വരും എന്നാണ് ഇക്വേഷൻ നമ്പർ 3 പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, or we can say that we can conclude equation 3. Essence of equation 3 is what? The entropy of a system in thermal equilibrium is directly related to what? The PR of the energy levels of the system. സിസ്റ്റത്തിൻ്റെ എനർജി ലെവലുകളുടെ PR പ്രോബബിലിറ്റിയുമായി എന്താണ് എൻട്രോപ്പി ഓഫ് ദാറ്റ് സിസ്റ്റത്തിന് ഒരു നേരിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദിസ്. ഇതാണ് നമ്മുടെ ഡെറിവേഷൻ പാർട്ട്. ഇനി ഈ ഇക്വേഷൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്, ഫിസിക്കൽ മീനിങ് ഓഫ് ദിസ് ഇക്വേഷൻ. എനിക്കൊന്ന് ആ ഒരു ഡിസ്കഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഐ എം റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ. നമ്മളിപ്പം ഡിറൈവ് ചെയ്ത ഇക്വേഷൻ വീണ്ടും എഴുതുവാണ്. സോ വി ഹാവ് എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു മൈനസ് കെ ലോഗ് പി ആർ, സോറി മൈനസ് കെ പി ആർ അല്ലേ, സം ഓവർ ആർ ഉണ്ട് അല്ലേ, ദർ ഇസ് എ സം ഓവർ ആർ minus k sum over r minus k sum over r pr log pr. Okay, so that was the thing. അപ്പോൾ ഇവിടെ നോക്കുക, ഐ എം റീറൈറ്റിംഗ് ദിസ് ഇക്വേഷൻ. എസ് ഈക്വൽ ടു മൈനസ് കെ സം ഓവർ ആർ പി ആർ ലോഗ് പി ആർ. ദാറ്റ് ഇസ് എ ഇക്വേഷൻ ദാറ്റ് വി ഹാവ് ടു മെമ്മറൈസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എടുക്കുവാണ്. സോ ദിസ് വാസ് അവർ ഇക്വേഷൻ. സപ്പോസ് അവർ സിസ്റ്റം ഈസ് ഇൻ എനി യുണീക്ക് സ്റ്റേറ്റ്. നമ്മുടെ സിസ്റ്റം, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യുണീക്ക് മൈക്രോ സ്റ്റേറ്റിലാണെന്ന് കരുതുക. എന്താ യുണീക്ക് മൈക്രോ സ്റ്റേറ്റിലാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? ഒരൊറ്റ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് അതിനുള്ളൂ എന്ന് കരുതുക. ഓക്കെ, അതെപ്പോഴാണ് സംഭവിക്കുക? ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ഒരു സിസ്റ്റത്തെ എടുത്തിട്ട് തണുപ്പിക്കുന്നു കരുതുക. സപ്പോസ് ദാറ്റ് ഐ ആം കൂളിംഗ് ദ സിസ്റ്റം ഡൗൺ ടു വെരി ലോ ടെമ്പറേച്ചേഴ്സ് ആൻഡ് സപ്പോസ് ഐ ആം ടേക്കിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം at t equal to absolute 0. മനസ്സിലായി? ഫിസിക്കൽ ഐഡിയ എടുക്കുക. സപ്പോസ് ദ സിസ്റ്റംസ് ടെമ്പറേച്ചർ ഈസ് ബ്രോട്ട് ഡൗൺ ടു സോ ലോ വാല്യൂ ഈക്വൽ ടു 0 കെൽവിൻ. തിയററ്റിക്കലി നമ്മൾ 0 കെൽവിൻ അറ്റൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുകയാണ്. ഓക്കെ, സപ്പോസ് നമ്മുടെ സിസ്റ്റം കൂൾ ഡൗൺ ചെയ്തിട്ട് അബ്സലൂട്ട് 0 ടെമ്പറേച്ചറിലേക്ക് എത്തിച്ചു എന്ന് കരുതുക. അബ്സലൂട്ട് 0 ടെമ്പറേച്ചറിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് നിങ്ങൾ ഓർക്കണം. നമ്മുടെ സിസ്റ്റത്തിൽ ധാരാളം എനർജി ലെവൽസ് ഉണ്ടെന്ന് നമുക്ക് കരുതണം. സിസ്റ്റത്തിലെ പാർട്ടിക്കിൾ ഒരു ഹയർ ടെമ്പറേച്ചറിലൊക്കെ പിന്നെന്താണ് എല്ലാ ഹയർ എനർജി സ്റ്റേറ്റുകളൊക്കെ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. എന്നാൽ നമുക്കറിയാം സിസ്റ്റത്തിൻ്റെ എനർജി ടെമ്പറേച്ചർ കുറയ്ക്കുന്നതനുസരിച്ച് സിസ്റ്റത്തിന് അവൈലബിൾ ആയിട്ടുള്ള തെർമൽ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഹയർ ലെവലിലുള്ള പാർട്ടിക്കിൾസ് ഒക്കെ താഴേക്ക് എന്താകുന്നു? ഡി എക്സൈറ്റഡ് ആയി വരുന്നതായിട്ടും അങ്ങനെ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലെ. ഇതിന്റെ ടോട്ടൽ എനർജി യു ഒക്കെ കുറഞ്ഞു വരണം. അപ്പോൾ ചോദ്യം ഇതാണ്, 0 കെൽവിനിൽ എന്ത് പറ്റിയിരിക്കും? 0 കെൽവിനിൽ നമുക്കറിയാം എല്ലാ തെർമൽ മോഷനും സ്റ്റോപ്പ് ആവും. അറ്റ് 0 കെൽവിൻ ഓൾ തെർമൽ മോഷൻ ഷുഡ് വാനിഷ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എല്ലാ പാർട്ടിക്കിളും ഒരിക്കലും ഒരു പാർട്ടിക്കിൾ പോലും ഹയർ എക്സൈറ്റഡ് എനർജി ലെവലുകളിലൊന്നും ഇവിടെ ഒന്നും പാർട്ടിക്കിൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എല്ലാ പാർട്ടിക്കിളും എവിടേക്ക് സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ടാവും? തിയററ്റിക്കലി സ്പീക്കിംഗ് ഓൾ പാർട്ടിക്കിൾസ് വുഡ് ഹാവ് കണ്ടൻസ്ഡ് ടു എന്താണ് സ്റ്റേറ്റ് വിച്ച് ഇസ് വാട്ട് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. എല്ലാ പാർട്ടിക്കിളും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ പാർട്ടിക്കിളും ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളിപ്പോൾ സ്പിന്നിനെ പറ്റി ഒന്നും ചിന്തിക്കരുത്. കാരണം ആ കാര്യങ്ങൾ നമ്മൾ പിന്നെ അഡ്രസ്സ് ചെയ്യും. എല്ലാ പാർട്ടിക്കിളും നമ്മളിപ്പോൾ ഇതൊരു ബോസോണിക് സിസ്റ്റം പോലെയുള്ള സിസ്റ്റം എന്ന് പറഞ്ഞുള്ളൂ. ക്ലാസിക്കൽ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം ക്ലാസിക്കൽ സിസ്റ്റത്തിൽ എല്ലാ പാർട്ടിക്കിളിനും ഒരേ സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റും. ഇതൊരു ഫെർമിയോണിക് സിസ്റ്റം ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാ പാർട്ടിക്കിളും ഒരേ സ്റ്റേറ്റിലേക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എത്താൻ പറ്റില്ല. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ സ്പിന്നിനെ പറ്റിയോ ക്വാണ്ടം നേച്ചർ ഓഫ് പാർട്ടിക്കിൾസിനെ പറ്റിയോ ചിന്തിക്കരുത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് എ ക്ലാസിക്കൽ സിസ്റ്റം നൗ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. സ്പിന്നിനെ പറ്റി യാതൊരുവിധ ഡിസ്കഷനും റെലവൻസും നമുക്കിപ്പോൾ കൊടുക്കുന്നില്ല. കറക്റ്റ്? പിന്നീട് നമ്മൾ സ്പിന്നിനെ പറ്റിയൊക്കെ അഡ്രസ് ചെയ്യും ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ. സോ പ്ലീസ്, അപ്പോൾ എല്ലാ പാർട്ടിക്കിളും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ 0 കെൽവിനാകുമ്പോൾ എല്ലാ പാർട്ടിക്കിളും ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇത് സെറ്റിൽ ഡൗൺ ചെയ്തിട്ടുണ്ടാവും, അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരേ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് പറയാം എന്താ ഒറ്റ മൈക്രോ സ്റ്റേറ്റേ ഉള്ളൂ. സോ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഫോർ ദാറ്റ് സിസ്റ്റം? ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നായി മാറും. മാത്രമല്ല അപ്പോൾ പ്രോബബിലിറ്റി ഓഫ്
സ്റ്റേറ്റ്സ് പി ആർ എന്ന് പറയുന്നത് എന്താണ്? പി ആർ എന്നുള്ളത് 1 ആയി മാറും. ഏതിന്? ഗ്രൗണ്ട് സ്റ്റേറ്റിന്. പി ആർ വിൽ ബി ഈക്വൽ ടു 1 ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് പി ആർ വിൽ ബി ഈക്വൽ ടു 0 ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റിന് പി ആർ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആവും ഫോർ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് പി ആർ വിൽ ബി ഈക്വൽ ടു 0 ഫോർ എക്സൈറ്റഡ് സ്റ്റേറ്റ്. എപ്പോഴാണ്? അറ്റ് അബ്സല്യൂട്ട് 0. മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെയൊന്നും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റുകളിലൊന്നും എന്തുണ്ടാവില്ല, എക്സൈറ്റഡ് ലെവലുകളൊന്നും പോപ്പുലേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ അവയുടെ എല്ലാം പ്രോബബിലിറ്റി 0 ആയിരിക്കും. എല്ലാ പാർട്ടിക്കിളും വന്നിട്ട് എവിടെ സെറ്റിലായി? ഗ്രൗണ്ട് സ്റ്റേറ്റ് വന്ന് സെറ്റിലായി. അതുകൊണ്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം എല്ലാ പാർട്ടികളും അവിടെ ഉണ്ടാവുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കണേ. സോ ഇഫ് ദ സിസ്റ്റം ഈസ് അറ്റ് അബ്സല്യൂട്ട് 0, സോ ദിസ് ഇസ് ദ കൺക്ലൂഷൻ. അറ്റ് 0 കെൽവിൻ നമുക്ക് എന്താ പറയാൻ പറ്റും? എസ് ഈക്വൽ ടു മൈനസ് കെ സം ഓവർ ആർ പി ആർ. സം ഓവർ ആർ പി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതേതായാലും ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, സം ഓവർ ആർ പി ആർ വിൽ ബി ഈക്വൽ ടു, ഞാൻ പി ആറിന് വാല്യൂ കൊടുക്കുവാണേ. സം ഓവർ ആർ പി ആർ ഇസ് ഈക്വൽ ടു ഓക്കെ 1 ആണ്. കാരണം ഒറ്റ ഒന്നേ ഉള്ളൂ. 1 ഇൻറ്റു ലോഗ് ഓഫ് 1. 1 into log of 1. Okay, you can see that what is log of 1? You know, log of 1 is equal to, ഞാൻ പി ആറിന് 1 കൊടുത്തതാണ് കാരണം ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ. സം ഓവർ ആർ എടുക്കുന്നതിന്റെ അർത്ഥമില്ല, ബാക്കിയുള്ള ഒരു സ്റ്റേറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ ലോഗ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. യു ആർ ഗെറ്റിംഗ് എസ് ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രൈക്കിംഗ്ലി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നമുക്കറിയാം, you have learned about this particular result in thermodynamics okay before, അല്ലേ? നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച what is the thing? That is entropy vanishes. That is entropy of the system vanishes. ഇതൊരു വളരെ പ്രധാനപ്പെട്ട തെർമോഡൈനാമിക് കൺക്ലൂഷൻ ആണല്ലോ. അറ്റ് അബ്സല്യൂട്ട് 0. ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെ നേൺസ്റ്റ് ലോ എന്നൊക്കെ പണ്ട് വിളിച്ചിരുന്നത്. Entropy of the system vanishes at absolute 0, which is thermodynamically correct, or it is which is the third law of thermodynamics. ഇപ്പോൾ നമ്മൾ കണ്ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഈ റിലേഷനിൽ നിന്നും നമുക്ക് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. സോ വി ആർ ഏബിൾ ടു റീച്ച് ദ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് റിലേഷൻ. സോ ഇറ്റ് സേസ് ദാറ്റ് ദിസ് റിലേഷൻ ഈസ് പ്രിറ്റി സെർവിങ് ഗുഡ്. മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നു. ഓക്കെ, ഇനി അത് മാത്രമല്ല, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്താ സംഭവിക്കാൻ നോക്കുക കേട്ടോ. ടെമ്പറേച്ചർ കൂടുന്നു എന്ന് കരുതുക. 0 കെൽവിനിൽ നിന്ന് ടെമ്പറേച്ചർ കൂടുന്നു എന്ന് കരുതുക. അപ്പോൾ എന്താ പറ്റുക? നമ്പർ ഓഫ് ആക്സിബിൾ സ്റ്റേറ്റ് 1 എന്നുള്ളതിൽ നിന്ന് മുകളിലേക്ക് കൂടാൻ നോക്കും. മറ്റ് ഹയർ ലെവൽസ് ഒക്കെ പതുക്കെ പോപ്പുലേറ്റഡ് ആവാൻ തുടങ്ങുന്നതായിട്ട് കരുതുക. അപ്പോൾ എന്താണ്? ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിന്റെ പി ആർ എന്ന് പറയുന്നത് കുറയുകയും ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റുകളുടെ പി ആറിന്റെ വാല്യൂ കൂടുകയും ചെയ്യും. പക്ഷെ നമുക്കറിയാം ഹയർ ലെവൽസിന്റെ പി ആർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലോഗ് ഓഫ് പി ആർ എന്ന് പറയുന്നത് പി ആറിന്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കില്ലേ? പി ആർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ 1. എന്താ കാരണം? നമ്മൾ കണ്ടിരുന്നു പാർട്ടീഷൻ ഫംഗ്ഷൻ പ്രോബ്ലത്തിലൊക്കെ സം ഓവർ ആർ പി ആർ 1 അല്ലോ. എല്ലാ സ്റ്റേറ്റുകളുടെയും കൂടെ പ്രോബബിലിറ്റി കൂട്ടുമ്പോഴേ 1 കിട്ടുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ പി ആറുകൾ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആണ്. സോ വാട്ട് അബൌട്ട് സിൻസ് പി ആർ ഈസ് ലെസ് ദാൻ 1, വാട്ട് അബൌട്ട് ലോഗ് ഓഫ് പി ആർ 1? log of PR will be negative. log of PR will be always what? Negative, since എന്തായിരിക്കും? PR is less than 1 അല്ലയോ? logarithm of a number which is less than 1 is always negative. നമുക്കറിയാം, കാരണം ലോഗ് അല്ലേ എന്താണ്? 1 0 ആണ്. ലോഗ് 10 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ മുകളിലേക്കുള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ലോഗ് 1-നേക്കാളും ചെറിയൊരു നമ്പർ ആണെങ്കിലോ അതെന്തായിരിക്കും? 0യുടെ താഴേക്ക് പോകും. ദാറ്റ് വിൽ ബി നെഗറ്റീവ്. സോ ലോഗ് ഓഫ് എ നമ്പർ ലെസ് ദാൻ 1 ഈസ് ഓൾവേസ് നെഗറ്റീവ്. ദാറ്റ് ഇസ് എ മാത്തമാറ്റിക്കൽ ഫാക്ട്. ഓക്കെ, അപ്പോൾ എന്താ പറ്റാൻ നോക്കൂ. ഈ ഇക്വേഷൻ പ്രകാരം ടി ഗ്രേറ്റർ ദാൻ 0 കെൽവിൻ ആകുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട് ഓൾറെഡി, റൈറ്റ്? എസിന് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ ലോഗ് ഓഫ് പി ആറിന്റെ ഈ ക്വാണ്ടിറ്റിയിൽ ഈ ലോഗ് ഓഫ് പി ആറും മൈനസ് ആണ്. ഇവിടെ ഒരു ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പോൾ 2 മൈനസും ചേർന്നിട്ട് എസ് വിൽ ബിക്കം വാട്ട്? പോസിറ്റീവ്. എൻട്രോപ്പി വിൽ ബിക്കം പോസിറ്റീവ്. ആൻഡ് യു നോ ദാറ്റ് എൻട്രോപ്പി എന്താണ്? സാധാരണഗതിയിൽ ഈ സിസ്റ്റത്തിനെല്ലാം പോസിറ്റീവ്. എൻട്രോപ്പി ക്യാൻ നെവർ ബി നെഗറ്റീവ് എന്നുള്ള നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ തെർമോഡൈനാമിക്സിൽ ഓർക്കുന്നുണ്ടാവും. സോ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഇൻക്രീസസ് സ്റ്റാറ്റിസ്റ്റിക്കലി വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ദെർഫോർ എസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്നുള്ള നമ്മുടെ തെർമോഡൈനാമിക്കൽ കോൺസെപ്റ്റുമായിട്ട് ഈ ഐഡിയ ഒത്തുപോകുന്നുണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ദ തിങ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ റെലവൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്താണ് ഇതിൻ്റെ ഫിസിക്കൽ റെലവൻസ്. ഇത് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയുമായിട്ട് നേരിട്ട് ഒത്തുപോകുന്ന രീതിയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ബിഫോർ ഐ കൺക്ലൂഡ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. ഞാൻ ഈ ലെക്ചറിൻ്റെ തുടക്കത്തിൽ നിങ്ങളെ റിമൈൻഡ് ചെയ്തിരുന്നു,
ഈ ലെക്ചറിൻ്റെ തുടക്കത്തിൽ ഞാൻ റിമൈൻഡ് ചെയ്തിരുന്നു എന്താണ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യൂ അല്ലേ, പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യൂ എന്നതിനോട് വളരെ ഇക്വിവാലൻ്റ് ആയിട്ടുള്ള മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒമേഗയാണ്. സോ ക്യൂ ഈസ് ദ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ആൻഡ് ഒമേഗ ഈസ് ദ മൈക്രോ കനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ ഇന്ന് എഴുതിയ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ കണ്ടിരുന്നു പി ആർ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ബീറ്റ ഇ ആർ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് എഴുതിയത്. ഇതിന് ഇക്വിവാലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ നമ്മൾ കണ്ടത് ദിസ് ഈസ് പി ആർ ഇസ് ഈക്വൽ ടു 1 ഒമേഗ എന്നാണ്. എന്താ നമ്മൾ ചെയ്ത് നോക്കൂ. സി ഞാൻ റെസിപ്പി കമ്പയർ ചെയ്തപ്പോൾ ഈ കാര്യത്തെപ്പറ്റി പ്രത്യേകം പറഞ്ഞിരുന്നു. വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്യുക, നിങ്ങൾക്കത് വ്യക്തമായിട്ടില്ല എങ്കിൽ. ക്യൂവിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ വന്നിരിക്കുന്നത് ഒമേഗയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത എസ് ഈക്വൽ ടു മൈനസ് കെ സം ഓവർ ആർ പി ആർ ലോഗ് പി ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തത് കനോണിക്കൽ എൻസെമ്പിളിലാണ്. കനോണിക്കൽ എൻസെമ്പിളിൽ ഡിറൈവ് ചെയ്യപ്പെട്ടു എങ്കിൽ പോലും ഈ റിലേഷൻ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലും ബാധകമാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെക്കുന്നത്. സോ ദിസ് ഇക്വേഷൻ let me call what is the equation number 3. Okay, equation number 3 is applicable. Equation 3, this is the conclusion, is applicable for a system in micro canonical ensemble also എന്നുള്ള കാര്യം ഓർത്തിക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി നമുക്കറിയാം മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിൽ ഓരോ ആക്സിബിൾ സ്റ്റേറ്റിലും പി ആറിൻ്റെ വാല്യൂ 1 ഒമേഗയാണ് അല്ലേ. ഫോർ ഈച്ച് ആക്സിബിൾ സ്റ്റേറ്റ് ദ പി ആർ ഇസ് ഈക്വൽ ടു 1 ഒമേഗ. എന്താ കാരണം? മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലെ എല്ലാ സ്റ്റേറ്റുകളും ഈക്വലി പ്രൊബബിൾ ആണ്. ഈക്വലി പ്രയോറി പ്രോബിലിറ്റി പ്രകാരം എല്ലാ സ്റ്റേറ്റും ഒരേ എനർജിയാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും ഈക്വലി പ്രൊബബിൾ ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിന്റെ പ്രൊബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ബി 1 ഔട്ട് ഓഫ് ടോട്ടൽ പോസിബിലിറ്റീസ്. അതുകൊണ്ടാണ് പി ആർ ഈക്വൽ ടു 1 ഒമേഗ എന്ന് നമ്മൾ അവിടെ എഴുതിയത്. ഓക്കെ, പി ആർ ഈക്വൽ ടു 0 ഫോർ അതർ സ്റ്റേറ്റ്സ്. ആക്സസിബിൾ അല്ലാത്ത എല്ലാ സ്റ്റേറ്റുകൾക്കും പി ആർ 0 ആണ്. ഓർമ്മയുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതുവാണ്. എസ് ഈക്വൽ ടു നോക്കൂ മൈനസ് കെ, റീറൈറ്റ് ദി ഇക്വേഷൻ ഫസ്റ്റ്, സം ഓവർ ആർ പി ആർ ലോഗ് പി ആർ എന്നാണ് നമ്മൾ കണ്ടത്. ഈ ഇക്വേഷൻ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ, പല സ്റ്റേറ്റുകളൊന്നും എഴുതുക, മൈനസ് കെ കോമൺ ആണ്. സം ഓവർ ആർ പി ആർ ലോഗ് പി ആറിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? P1 ഫസ്റ്റ് വൺ ഫോർ ദ ഫസ്റ്റ് ലെവൽ ലോഗ് P1 പ്ലസ് P2 ലോഗ് P2, ഓക്കെ, പ്ലസ് P3 ലോഗ് P3. അങ്ങനെ എത്ര ലെവൽസ് ഉണ്ടോ അല്ലെ എത്ര ആക്സസിബിൾ സ്റ്റേറ്റ്സ് ഉണ്ടോ അത്രയും സ്റ്റേറ്റ്സ് വരെ ഇങ്ങനെ പോകണം, എഴുതണം. എല്ലാ ആക്സസിബിൾ സ്റ്റേറ്റ്സും ആണ്, സം ഓർ ആറിൽ എല്ലാ സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാ ആക്സസിബിൾ സ്റ്റേറ്റ്സിനും പി ആറിന്റെ വാല്യൂ 1 ഒമേഗയാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു, നോക്കൂ ബ്രാക്കറ്റിൽ എന്താ വരിക നോക്കുക, കെ P1 എന്ന് പറഞ്ഞാൽ 1 ഒമേഗയാണ്, ഇൻറ്റു ലോഗ് ഓഫ് 1 ഒമേഗ. ഓക്കെ, രണ്ടാമത്തത് അങ്ങനെ തന്നെയാണ്. P2 എന്ന് പറയുന്നത് 1 ഒമേഗ തന്നെയാണ്. ഓക്കെ, കാരണം എനർജി എല്ലാം സെയിം ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റുകളുടെയും ഒക്യുപ്പൻസിയുടെ പ്രോബബിലിറ്റിയും തുല്യമാണ്. അതാണ് 1 ഒമേഗ നമ്മൾ എടുത്തത്. സോ 1 ഒമേഗ ലോഗ് ഓഫ് 1 ഒമേഗ പ്ലസ് എക്സെട്ര. ഒരേ ടേമുകൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ്. എത്ര തവണ ഇങ്ങനെ ഇത് റിപ്പീറ്റഡ് ആവും ആലോചിച്ച് നോക്കിയേ. എത്ര സ്റ്റേറ്റുകൾ ഉണ്ടോ, സിസ്റ്റത്തിന് എത്ര ആക്സസിബിൾ സ്റ്റേറ്റുകൾ ഉണ്ടോ അത്രയും തവണ ഈ ടേം ഇങ്ങനെ റിപ്പീറ്റഡ് ആവും. അപ്പോൾ സിസ്റ്റത്തിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ആക്സസിബിൾ സ്റ്റേറ്റിനെയാണ് നമ്മൾ ഒമേഗ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്ര ടേം ഉണ്ടാവും? ഒമേഗ ടേംസ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ഒമേഗ ടേംസ് ഉണ്ടാവും. ഓക്കെ, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് എളുപ്പമാണല്ലോ. ഇതിനെ ഈ സമ്മേഷൻ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആക്കി മാറ്റിക്കൂടെ? എങ്ങനെയാ അത്? therefore it is equal to minus k into omega times this term. ഒമേഗ ഇൻറ്റു എന്താണ്? 1 ഒമേഗ ലോഗ് ഓഫ് 1 ഒമേഗ എന്നായിട്ട് മാറും. അപ്പോൾ ഈ ഒമേഗയും എന്തായി? ക്യാൻസൽ ആയി പോയി. അപ്പോൾ വാട്ട് യു ആർ ലെഫ്റ്റ് വിത്ത് മൈനസ് കെ, നോക്കണേ, ലോഗ് ഓഫ് 1 ഒമേഗ എന്ന് കിട്ടും. ലോഗ് ഓഫ് 1 ഒമേഗ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മൈനസ് ലോഗ് ഒമേഗയാണ് അല്ലേ. ലോഗ് 1 is 0 മൈനസ് ലോഗ് കെ മൈനസ് ലോഗ് ഒമേഗ, ലോഗ് എ മൈനസ് ബി എടുത്താൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എടുത്താൽ മതിയാവും. സോ ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് മൈനസ് കെ ഇൻറ്റു അല്ലേ ലോഗ് ഓഫ് 1 ഒമേഗ ഈസ് വാട്ട്? ലോഗ് 1 മൈനസ് ലോഗ് ഒമേഗ. സോ ദാറ്റ് ഈസ് ഓക്കെ വാട്ട് യു ഹാവ്. ആൻഡ് യു നോ ലോഗ് 1 ഈസ് വൺസ് അഗെയിൻ 0. അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് ഇവിടെ ഒരു മൈനസ് ലോഗ് ഒമേഗ ഉണ്ട്, ഒരു മൈനസ് കെ ഉണ്ട്. സോ യു ആർ ഗെറ്റിംഗ് ഫൈനലി പ്ലസ് കെ ലോഗ് ഒമേഗ. Okay, k log omega, sorry, that's yes,
മൈനസ് എന്നുള്ളത് മൈനസ് പോയിട്ടുണ്ടാകും, രണ്ട് മൈനസും ക്യാൻസൽ ആവും, നമുക്ക് അവസാനം കിട്ടുന്ന കെ ലോഗ് ഒമേഗ എന്ന് കിട്ടും. ആൻഡ് വാട്ട് ഇസ് ദിസ് ഇക്വേഷൻ? എസ് ഈക്വൽ ടു കെ ലോഗ് ഒമേഗ is nothing but our famous Boltzmann's relation for entropy which we are derived in microcanonical ensemble. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും മൈക്രോകാനോണിക്കൽ എൻസെമ്പിളിൻ്റെ കേസിലും എന്താണ് നമ്മൾ ഈ കണ്ട ഇക്വേഷൻ, ഈ പർട്ടിക്കുലർ ഇക്വേഷൻ എന്താണ് ആപ്ലിക്കബിൾ ആണ്. പ്രൊവൈഡഡ് വി സബ്സ്റ്റിറ്റ്യൂട്ട് വി റിയലൈസ് ദാറ്റ് പി ആർ ഈസ് ഈക്വൽ ടു 1/ω ഫോർ മൈക്രോകാനോണിക്കൽ എൻസെമ്പിൾ ആൻഡ് പി ആർ ഈസ് ഈക്വൽ ടു e⁻β⁰ ഫോർ വാട്ട് കാനോണിക്കൽ എൻസെമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൻ്റെ റെലവൻസ്. നിങ്ങളത് ജസ്റ്റ് ആ ടോപ്പിക് ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിക്കുക. ഇറ്റ്സ് ഗിവൺ ഇൻ യുവർ നോട്ട്സ്, ഗിവൺ നോട്ട്സ് ഇറ്റ്സ് ഗിവൺ. അപ്പോൾ വായിച്ച് മനസ്സിലാക്കുക. ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താണ് കാനോണിക്കൽ എൻസെമ്പിൾ ഫോർമാലിസത്തിൽ പി ആർ എന്ന് പറയുന്നത് e⁻β⁰ ആണ്. അവിടെ ക്യൂവിനെയാണ് നമ്മൾ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വിളിച്ചത്. അതിന് തത്തുല്യമായ ഇക്വേഷൻ മൈക്രോ കാനോണിക്കൽ എൻസെമ്പിളിൽ പി ആർ ഈക്വൽ ടു 1/ω ആണ്. കാരണങ്ങളൊക്കെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ട്, കമ്പാരിസണിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വിളിച്ചുവെങ്കിൽ ഒമേഗ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മൈക്രോ കാനോണിക്കൽ പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. മുമ്പ് നമ്മൾ അതിനെ പേര് വിളിച്ചത് എന്തായിരുന്നു? ദാറ്റ് വാസ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു എന്താണ്? The occupancy of its or probability of occupancy of its different states. Okay, so that's all for today. നിങ്ങൾക്ക് ഞാൻ മറ്റ് ആപ്ലിക്കേഷൻ, ഇനി നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻസ് ഓഫ് കാനോണിക്കൽ എൻസെമ്പിൾ ഫോർമാലിസം ആണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 2 ആപ്ലിക്കേഷൻ 3 കേസുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഞാൻ അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുതരാം. ഓക്കെ, അവിടെ ഓർക്കേണ്ട കാര്യം, കണ്ടിന്യൂസ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ ഡീജനറേറ്റ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മളൊരു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഉപയോഗിക്കണമെന്ന് ഞാൻ ഇതിന് തൊട്ട് മുൻപിലത്തെ സെഷനിൽ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടതിന് ശേഷം പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്ന നന്നായിരിക്കും. അല്ലെങ്കിൽ ഓർക്കണം, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ, ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ പാർട്ടീഷൻ ഫംഗ്ഷനിൽ വരുന്ന മാറ്റം എന്താണ് എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ആ ടോപ്പിക്ക് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, yes, we will wind up here. Let me ask you one thing.